ഒരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ലൈറ്റിംഗ്. പല ഡിസൈനേഴ്സും ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ വ്യൂവിൻ്റെ ഭംഗിക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ലൈറ്റിങ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ കസ്റ്റമർ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഇത് എങ്ങനെയാണ് വരുന്നത്? കസ്റ്റമേഴ്സ് വ്യൂവിൽ കാണുന്ന ലൈറ്റിങ്, അതിപ്പോൾ സ്പോട്ട് ലൈറ്റ് ആണെങ്കിലും ശരി, സ്ട്രിപ്പ് ലൈറ്റ് ആണെങ്കിലും ശരി, അവർ പർച്ചേസ് ചെയ്യുന്നു, അവർ അതുകൊണ്ട് നിൽക്കുന്നു. ഇതിനകത്ത് എത്രമാത്രം വെളിച്ചം വേണമെന്നോ, അല്ലെങ്കിൽ ഇതിന് ആർട്ടിഫിഷ്യൽ ലൈറ്റിങ് എത്രമാത്രം വേണമെന്നോ, നാച്ചുറൽ ലൈറ്റ് ആ റൂമിൽ എന്തേലും ഉണ്ടെന്നോ ഒന്നും അവരത് നോക്കാറില്ല. ഇതുകൊണ്ടൊന്ന് വെച്ച് കഴിയുമ്പോഴാണ് ഇത് ലൈറ്റിംഗ് കൂടി അല്ലെങ്കിൽ ലൈറ്റിംഗ് കുറഞ്ഞു എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഇങ്ങനെയല്ല നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ഡിസൈൻ കണ്ട് ആ ഡിസൈനിന് വേണ്ട ആർട്ടിഫിഷ്യൽ ലൈറ്റിങ് എത്രമാത്രം വേണം, ആ റൂമിലേക്ക് നാച്ചുറൽ ലൈറ്റിങ് എത്രമാത്രം വരുന്നു, ഇതിനനുസരിച്ചാണ് ലൈറ്റിൻ്റെ വെളിച്ചം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനറും അല്ലെങ്കിൽ ഒരു ലൈറ്റിംഗ് എഞ്ചിനീയറുമാണ് വേണ്ടത്. ഇവർ ത്രൂ നമ്മൾ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഗുണങ്ങൾ, ആ റൂമിലേക്ക് വേണ്ട പ്രോപ്പർ ലൈറ്റിംഗ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.